യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഇപ്പോൾ റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹിന്ദി ക്രൈം ത്രില്ലർ സിനിമയായിരുന്നു സെക്ടർ 36 എന്നുള്ളത്. വിക്രാന്ത് മാസി കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ഈ ഒരു സിനിമ ഹിന്ദിക്ക് പുറമെ നെറ്റ്ഫ്ലിക്സിൽ തമിഴ് ഡബ്ബിങ്ങിലൊക്കെ അവൈലബിൾ ആണ്. ഇനി സിനിമ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആ സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഡൽഹിയിലെ 2005 കുട്ടികളൊക്കെ ഇങ്ങനെ കാണാതാകുകയാണ്. അതിന് പിന്നിലാകട്ടെ ഒരു സീരിയൽ കില്ലറുമാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ കഥ മൊത്തത്തിൽ സഞ്ചരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. ഇനി സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോവുകയാണെങ്കിൽ തരക്കേടില്ലാത്ത ഒരു വൺ ടൈം വാച്ചബിൾ ടൈപ്പ് ഒരു ക്രൈം ത്രില്ലർ സിനിമ കാണാം എന്നുള്ളതാണ് എൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എന്നുള്ളത്. ഈ ഒരു സിനിമയുടെ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയേണ്ടത് അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആദ്യം പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് വിക്രാന്ത് മാസെ തന്നെയാണ്. അദ്ദേഹമാണ് ആ ഒരു സീരിയൽ കില്ലറായിട്ട് എത്തുന്നത്. നല്ല രസകരമായിട്ടുള്ളൊരു പ്രകടനമാണ് തുടക്കം തൊട്ട് തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലും ആ ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം ഒരു ഇൻട്രോഗേഷൻ സീനൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു ടൈമിലെ പ്രകടനമൊക്കെ തന്നെ കൈയടിച്ചു പോകും. അങ്ങനെയുള്ള ഒരു നല്ലൊരു പ്രകടനം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഓവറോൾ നല്ല രസമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ഇൻസ്പെക്ടർ ക്യാരക്ടറുണ്ട്. ഒരു ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ദീപക് ദബ്രയാലാണ് ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളിയുടെ പെർഫോമൻസും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പ്രകടനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ആദ്യത്തെ ഒരു ഹൈലൈറ്റ് വശം എന്നുള്ളത്. കൂടാതെ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയായിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. സോ നമുക്ക് ഈ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥയിലൂടെ ആ ഒരു കില്ലർ ആരായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്തത് എന്നൊക്കെ തന്നെ നല്ല രസകരമായിട്ട് തന്നെ ആ ഒരു കഥയിലൂടെ ഒക്കെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും പറയാൻ സാധിക്കും. പിന്നെ ടെക്നിക്കലി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് സിനിമയുടെ മ്യൂസിക് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സിനിമയ്ക്ക് എന്ത് വേണോ ആ ഒരു രീതിയിലുള്ള ഒരു സിനിമാറ്റോഗ്രഫി വർക്ക് എന്നൊക്കെ പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ മേഖലയിൽ നിൽക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഡീസൻറ്റ് സ്കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കൽ സപ്പോർട്ട് സിനിമയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ വലിയൊരു വോ ഫാക്ടർ തരുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു വട്ടം വലിയ ബോറടി ഇല്ലാതെ 2 മണിക്കൂറാണ് ലെങ്ത് എന്നുള്ള ഒരു വട്ടം കണ്ടു മടങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. അത് പ്രതീക്ഷിച്ചാൽ മതി. അതല്ലെങ്കിൽ വലിയ എക്സൈറ്റ്മെൻറ്റ് ചെയ്യിക്കുന്ന വലിയ സംഭവങ്ങളൊന്നും കാണില്ല, എന്നാലും മോശമല്ല. നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ടിരിക്കാം. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി എന്തെങ്കിലും ഒരു വോ ഫാക്ടർ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കൂടി ആഡ് ചെയ്ത് ഒരു രസകരമാക്കിയൊക്കെ തന്നെ എൻഡ് ചെയ്യിക്കാമായിരുന്നു. എന്തായാലും നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ, ഒരു വട്ടം കാണാം. ഒന്ന് ഒരു ക്രൈം ത്രില്ലർ സിനിമകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടം കാണാം. പിന്നെ ഈ സിനിമയൊന്നും കുടുംബമായിട്ടൊന്നും ഇരുന്ന് കാണാൻ സാധിക്കില്ല. കാരണം ഇതിനുള്ളിൽ സെക്ഷൽ കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80+ കണ്ടന്റ് ഉണ്ട്. പിന്നെ വയലൻസ് ഉണ്ട്. സോ മെച്യൂർഡ് ആയിട്ടുള്ളവർ മാത്രം ഇരുന്ന് കാണാനും കൂടെ ശ്രമിക്കുക. സിനിമയ്ക്ക് ഒരു മാക്സിമം ഒരു 6.5 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. എന്തായാലും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണം. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ടാറ്റ.